السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കമൻറ്റ് ബോക്സിൽ അറിയിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. വാട്സപ്പിൽ മെസ്സേജുകൾ അയച്ച് ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട്. വിളിച്ച് ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട്. ഒരു മജ്ലിസ് പോലും മുടങ്ങാതെ കാണുന്നവരുണ്ട്. അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് അവർക്ക് നീ വിജയം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവരെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്. മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് അല്ലാഹ്. ഷെയറുകൾ ചെയ്യുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും അവരെ കൊയക്കല്ലേ അല്ലാഹ്. അവരെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഈ മാസത്തിൻ്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് അവരെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. പരിപൂർണ നിലക്ക് നീ ഹാസിലാക്കണേ അല്ലാഹ്. അവർക്ക് മനസ്സിലുള്ള ഓരോരോ മുറാദുകൾ മനസ്സിൽ വെച്ചിട്ടാണ് ഈ മജ്ലിസ് കാണുന്നത് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ സകലമായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ ഹാസിലാക്കി നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ നിലകൊള്ളുന്നത് പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. റജബ് മാസത്തിൽ ധാരാളം ദിക്റുകൾ നമ്മൾ പതിവാക്കി. റജബ് മാസത്തിൽ ചൊല്ലേണ്ട ധാരാളം ദിക്റുകൾ, ധാരാളം സ്വലാത്തുകൾ ഈ മാസത്തിൽ, ധാരാളം അമലുകൾ ഈ മാസത്തിൽ ചെയ്തു. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മാസങ്ങളിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാൻ. റജബിൻ്റെ ഓരോരോ ദിനരാത്രങ്ങൾ നമ്മൾ ഇങ്ങനെ കടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ വന്ന് പറയുന്നൊരു പ്രയാസമാണ്, സമീപിക്കുന്നവർ വന്ന് പറയുന്ന പ്രയാസമാണ്. വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ ഇടങ്ങേറിലാണ് തങ്ങളെ, എല്ലാം കൊണ്ടും വലിയ പ്രയാസത്തിലാണ്. വീട്ടിലേക്ക് കയറി ചെല്ലാൻ തോന്നുന്നില്ല. എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെയോ ഇടങ്ങേറുകൾ, വലിയ പൈശാചികമായ ഉപദ്രവങ്ങൾ ഞാൻ കുടുങ്ങി നിൽക്കുകയാണ്. പിശാചിൻ്റെ വലിയ ഷെറിലാണ് ഞാൻ കുടുങ്ങി നിൽക്കുന്നത്. ഇതിനൊരു കാവൽ നേടാൻ, ഇതിനൊരു സംരക്ഷണം നേടാൻ ഒരു അമല് തങ്ങൾ പറഞ്ഞു തരണം. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു തരണം. ഇത്തരം മജ്ലിസുകൾ നമ്മൾ മുൻകഴിഞ്ഞ മജ്ലിസുകൾ ധാരാളം ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞ് മജ്ലിസുകൾ ഇട്ടിരുന്നു. അതുകൊണ്ട് വലിയ ആളുകൾക്ക് വലിയ നേട്ടങ്ങൾ ആ അമലുകൾ ചെയ്തിട്ട് അവർ നേടിയെടുത്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങളിൽ നമ്മളെ വീടിനോ നമ്മളെ ഭൂമിക്കോ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ,
നമ്മൾ എന്താണ് പതിവാക്കേണ്ട ഇസ്മ? ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ പതിവാക്കേണ്ട ഇസ്മ ഏതാണ്? ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ മജ്ലിസിലുള്ള ചർച്ച അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ പറയാറുണ്ട്, വലിയ കടത്തിലാണ് തങ്ങളെ, കടം വീട്ടിയിട്ടും വീടുന്നില്ല. ഒരു കടം വീട്ടുമ്പോൾ മറ്റുള്ള ഭാഗത്ത് നിന്ന് കടം ഇങ്ങനെ വരികയാണ്, കടം കുന്നുകൂടുകയാണ്. ഇതൊരു പൈശാചികമായ ഉപദ്രവം കൊണ്ടാണോ? പിശാചിന്റെ ഷെറ് കൊണ്ടാണോ? ഞാൻ വസിക്കുന്ന വീടിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ ഇത്തരം കടങ്ങൾ വന്നു ചേരുന്നത്? അല്ലെങ്കിൽ ഞാൻ വസിക്കുന്ന ഭൂമിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ ഇത്തരം പ്രയാസങ്ങൾ, കടങ്ങൾ കുന്നുകൂടുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിനുള്ളൊരു 80% ഒരു മറുപടി കൊടുക്കാൻ കഴിയുന്നത്, ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ, ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ കടങ്ങൾ കുന്നുകൂടും. അതിൻ്റെ ഒരു ലക്ഷണമാണ്. കടങ്ങനെ അധികരിച്ച് നമ്മളെ വലിയ പ്രയാസത്തിലാക്കും, വലിയ മാനസിക പ്രതിസന്ധിയിലാക്കും നമ്മളെ. ഇത് പൈശാചികമായ ഉപദ്രവം തന്നെയാണ്. പിശാചിന്റെ ഷർറാണ് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തില്ലായ്മ, കടങ്ങൾ അധികരിക്കുക, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ. ഇതൊക്കെ പിശാചിൽ നിന്നുള്ള ഷർറ് തന്നെയാണ്. ഒന്നിക്കൽ ഞാൻ വസിക്കുന്ന ഭൂമിക്ക് വലിയ തകരാറുണ്ടാകാം, പൈശാചികമായ സാന്നിധ്യം ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടിന് വലിയ തകരാറുകൾ ഉണ്ടാകാം, പൈശാചികമായ സാന്നിധ്യം നമ്മൾ വസിക്കുന്ന വീട്ടിലുണ്ടാകാം. പൈശാചികമായ സാന്നിധ്യം ഭൂമിക്കുണ്ടാകുമോ? ചോദ്യം ഉണ്ടാകും. പൈശാചികമായ സാന്നിധ്യം നമ്മൾ താമസിക്കുന്ന ഭൂമിക്ക്, ഞാൻ വസിക്കുന്ന ഭൂമിക്ക് ഉണ്ട്. ഒരിക്കലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും സഞ്ചരിക്കുന്ന സമയത്ത് ബാങ്ക് വിളി ശബ്ദം കേട്ട സമയത്ത് സ്വഹാബത്ത് ഹബീബായ തങ്ങളോട് പറഞ്ഞു, ബാങ്ക് വിളിച്ചു, നമുക്ക് ഇവിടെ നിന്ന് നിസ്കരിക്കാം. അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇവിടെ നിന്ന് നമസ്കരിക്കാമെന്ന് പറഞ്ഞ സമയത്ത് ഹബീബായ തങ്ങൾ അവർക്ക് സ്വഹാബത്തിന് കൊടുത്ത മറുപടി, നമുക്ക് ഇവിടെ നിന്ന് മാറി നിന്നൊരു ഭാഗത്ത് നിസ്കരിക്കാം. അപ്പൊ സ്വഹാബത്തിൽ കിറാം നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഹബീബായ തങ്ങളോട് ചോദിച്ചു, നബിയേ, ഞങ്ങൾ ആദ്യം പറഞ്ഞ സ്ഥലത്ത് അങ്ങ് എന്താണ് നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം ഒന്ന് വിശദീകരിക്കാമോ? ഹബീബായ തങ്ങൾ അവിടുന്ന് പറഞ്ഞ മറുപടി, ഞാൻ ആദ്യം അവിടെ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞത്, അവിടെ പൈശാചികമായ സാന്നിധ്യമുണ്ട്, പിശാചിന്റെ വാസസ്ഥലമാണത്, അതുകൊണ്ട് അവിടെ നിസ്കരിക്കണ്ട, അത് ശരിയല്ല, നമുക്ക് മറ്റൊരു ഭാഗത്ത് നിസ്കരിക്കാം. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പിശാചിന്റെ സാന്നിധ്യം ഞാൻ താമസിക്കുന്ന ഭൂമിക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഇല്ലാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് അമലാണ് ചെയ്യേണ്ടത്? അതൊക്കെയാണ് ഇന്ന് മജ്ലിസിൽ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന വീട്ടിൽ പിശാചിന്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ എങ്ങനെ നീക്കം ചെയ്യാം? ഓതേണ്ട സൂറത്ത് ഏതാണ്? ഞാൻ ചൊല്ലേണ്ട ഇസ്മി ഏതാണ്? എന്തൊക്കെയാണ് ഒരു ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ? ഇൻഷാ അല്ലാഹ് അതൊക്കെയാണ് ഇന്ന് മജ്ലിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹുവേ, കേൾക്കാനും അമൽ ചെയ്യാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇത്രയും പ്രയാസങ്ങൾ കുടുങ്ങി നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ധാരാളം ആളുകൾ ഇത്തരം പ്രയാസങ്ങളിൽ കുടുങ്ങി നിൽക്കുകയാണ്. അവരിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത് എത്തിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ ഈ അമൽ ചെയ്തിട്ട് വലിയ ആശ്വാസം നേടിയാൽ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങളുടെ അക്കൗണ്ടിലേക്കും കൂടിയാണ്. അവർ ചെയ്താൽ അൽഹംദുലില്ലാഹ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൂലി, അതിൻ്റെ ഒരു മിസ്ർ സവാബ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൂടിയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ധാരാളം ആളുകൾ ഇത്തരം പ്രയാസങ്ങൾ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, ഇത്തരം ബുദ്ധിമുട്ടുകളിൽ കുടുങ്ങി നിൽക്കുന്ന ആൾ, അല്ലാഹുവേ നീ സംരക്ഷണം നൽകണേ അല്ലാഹ്, നീ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കടങ്ങൾ കുന്നുകൂടുന്ന ഇത്തരം പ്രയാസങ്ങൾ കൊണ്ടാണ്. ബർക്കത്തില്ലായ്മ, വീട്ടിലൊരു നെഗറ്റീവ് എനർജി, ഒന്നിനും ഒരു റാഹത്തില്ല, ഒരു ഉന്മേഷക്കുറവ്, ഒരു ഉഷാറ് കുറവ്, എല്ലാം ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്.
മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, മഹാനവരുടെ ചരിത്രം നമ്മൾ മുന്നേയുള്ള മജ്ലിസിൽ പറഞ്ഞതാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സഹാബിമാരിൽ വലിയ സമ്പന്നനായിരുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂബക്കർ ഇബ്നു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സമ്പന്നന്മാരായിരുന്നു. അവരിൽ വലിയ സമ്പന്നനായിരുന്നു, അവരിൽ പ്രധാനിയായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. വലിയ സമ്പത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച സ്വഹാബിയാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. എല്ലാം കൊണ്ടും അല്ലാഹു കൊടുത്തനുഗ്രഹിച്ച സ്വഹാബിയാണ്. ആ സ്വഹാബി മഹാനവറുകൾ എന്ത് ചെയ്താലും വലിയ ലാഭമാണ്. വലിയ കച്ചവടം ചെയ്താൽ വലിയ ലാഭമാണ്, ബിസിനസ് ചെയ്താൽ വലിയ ലാഭമാണ്. എല്ലാം കൊണ്ടും അല്ലാഹു അനുഗ്രഹിച്ച ഒരു സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. തുടങ്ങുന്നത് മുഴുവൻ റാഹത്ത്. മഹാനവറുകൾ പറയുന്നതായി ചരിത്ര കിതാബിൽ നമുക്ക് കാണാം. മഹാനവറുകൾ എന്ത് കല്ലെടുത്താലും എന്തെടുത്താലും അതിൽ ദീനാറും ദിർഹമും അല്ലാഹു നിറക്കുമായിരുന്നു എന്ന് മഹാനവറുകൾ പറയുന്നതായി ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധ്യമാകും. അത്രയും അല്ലാഹു നിഅമത്ത് കോരി ചൊരിഞ്ഞു കൊടുത്ത ഒരു സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ മഹാനവറുകളോട് ഒരാൾ വന്ന് ചോദിച്ചു, അങ്ങക്ക് എന്ത് ചെയ്താലും വലിയ നിഅമത്താണല്ലോ, അങ്ങ് എന്ത് തുടങ്ങിയാലും വലിയ റാഹത്താണ്, വലിയ ബർക്കത്ത് അങ്ങയുടെ ജീവിതത്തിലുണ്ട്, ഇത് നേടിയെടുക്കാനുള്ള കാരണം എന്താണ്, അങ്ങ് എന്താണ് ചെയ്തത്, ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ മഹാനവറുകൾ ആ മനുഷ്യനോട് പറഞ്ഞ മറുപടി, ഞാൻ എന്നും എൻ്റെ വീടിൻ്റെ 4 മൂലയിൽ 4 ഭാഗങ്ങളിൽ ഞാൻ ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കുമായിരുന്നു. ഈ കാര്യത്തിൽ നിന്നും മഹാനവറുകൾ പറഞ്ഞ ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ താമസിക്കുന്ന ഭൂമി, നമ്മൾ താമസിക്കുന്ന ഭവനം, ഇതിൽ പൈശാചികമായ ഷെറുകൾ വന്നു ചേരാം. അതിനാണ്, ആ ഷെറിനെ അകറ്റാനാണ് മഹാനവറുകൾ 4 ഭാഗങ്ങൾ ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. ഇത്തരം ഷെറിനെ നമ്മുടെ ഭൂമിക്കോ നമ്മുടെ ശരീരത്തിലോ വന്നു ചേരാതിരിക്കാൻ ആയത്തുൽ കുർസി ഏറ്റവും ബെറ്ററായ ആയത്താണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ 6666 ആയത്തുകളിലെ നേതാവും കൂടിയാണ് ആയത്തുൽ കുർസി. വലിയ ശ്രേഷ്ഠതയുള്ള ആയത്തും കൂടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി ഇൻഷാ അല്ലാഹ് നിങ്ങൾ 4 മൂലയിൽ ഓതി മന്ത്രിക്കണം. ഇത് മഹാനവറുകൾ കാണിച്ചു തന്നതാണ്. ഇത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് കാണിച്ചു തന്ന ചര്യയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതിയാൽ വീട്ടിൽ വലിയ ബർക്കത്ത് ഉണ്ടാകും. നിങ്ങൾ തുടങ്ങുന്നത് മുഴുവൻ റാഹത്തായിരിക്കും. ചിലവർ സങ്കടം എന്ന് പറയാറുണ്ട്, തങ്ങളെ എൻ്റെ മകൻക്ക് ബിസിനസ്സാണ്, ശത്രുക്കൾ കൂടുതലാണ്, അവർക്ക് ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോവാൻ കഴിയുന്നില്ല, വലിയ ക്ഷീണം അനുഭവിക്കുകയാണ്, വലിയ പ്രയാസം തോന്നുകയാണ്, എല്ലാം വിട്ടെറിഞ്ഞ് ഇങ്ങോട്ട് പോരാൻ തോന്നുകയാണ്. അവൻ ഇവിടെ അല്ല, അറബിക്കടലും കടന്ന് അക്കരം ആയിഷത്തും തേടി പോയതാണ്, വലിയ ബിസിനസ്സാണ് തങ്ങളെ, അവനക്ക് അവൻ്റെ സ്ഥാപനത്തിലേക്ക് പോകാൻ തോന്നുന്നില്ല, കുഴക്കും ക്ഷീണവും അനുഭവപ്പെടുകയാണ്. ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പറയാനിരിക്കുന്ന ലക്ഷണങ്ങളുണ്ട്, ആ ലക്ഷണങ്ങൾ ഉണ്ടാകും. അതിലൊരു ലക്ഷണമാണ് ഈ പറഞ്ഞ ലക്ഷണം, ക്ഷീണം അനുഭവപ്പെടുക. നമ്മളെ ഭൂമിക്കോ വീടിനോ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ചിലർ പറയാറുണ്ട്, വീട്ടിൽ നിന്ന് ഇന്നാലിന സാധനം കിട്ടി, ഒരു 4 അട്ടിയുള്ള തകിട് കിട്ടി, അല്ലെങ്കിൽ ഒരു പൊതി കിട്ടി, തങ്ങളെ ഒരു ആഭിചാര്യ കർമ്മങ്ങൾ ചെയ്തു വെച്ചൊരു പൊതി കിട്ടി. അന്ന് മുതൽ തുടങ്ങിയതാണ് തർക്കങ്ങൾ, ഇതുവരെ അവസാനിച്ചിട്ടില്ല. അന്ന് മുതൽ തുടങ്ങിയ പ്രയാസങ്ങളാണ്. ഒരു റാഹത്ത് വീട്ടിലുണ്ടായിട്ടില്ല, ഐശ്വര്യം വീട്ടിലുണ്ടായിട്ടില്ല. എല്ലാം അടിയും കലഹങ്ങളും പ്രയാസങ്ങളാണ്. സിഹർ പോലുള്ള ഇത്തരം കൂടോത്രങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ തന്നെ അതിനെ മാറ്റി നിർത്തണം. ഞാൻ ഓതാത്ത സൂറത്തില്ല, ഈ പറയുന്ന സൂറത്തുൽ ബഖറയും എല്ലാം ഞാൻ വീട്ടിൽ പതിവാക്കാറുണ്ട്, എല്ലാം ഞാൻ വീട്ടിൽ ഓതാറുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങുന്നില്ലല്ലോ തങ്ങളെ.
എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിന്റെ മാർഗത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിന്റെ രീതിയിൽ ഇൻഷാ അല്ലാഹ് മുള്ള് കൊണ്ടെടുക്കുക എന്നുള്ള രീതിയിൽ അതിനെ ഇൻഷാ അല്ലാഹ് ചികിത്സിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് ഇസ്മുകളെ കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ചികിത്സാ രീതികൾ ധാരാളം ചികിത്സാ രീതികളുണ്ട്. ഇസ്മിനെ കൊണ്ടുള്ള ചികിത്സ ഇൻഷാ അല്ലാഹ് അത് ചെയ്ത് അതിനെ പരിപൂർണമായി ബാത്തിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇത്ര പ്രയാസങ്ങൾ നമ്മളെ വീട്ടിലോ നമ്മളെ ഭൂമിക്കോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് റാഹത്തായിട്ട് ആ ഭവനത്തിൽ തന്നെ നമുക്ക് കഴിയാം. ചിലർ പറയാറുണ്ട്, ഞങ്ങളെ ഞാനൊരാളെടുത്ത് പോയിരുന്നു, അവർ പറഞ്ഞത് ഈ വീട് വിൽക്കാനാണ്, നമുക്ക് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അത് റാഹത്താക്കണം. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം പ്രയാസങ്ങൾ വീട്ടിൽ വരാതിരിക്കാൻ, വീട്ടിൽ നിന്ന് ഓടിയൊളിക്കാൻ, ഇല്ലാതെയായി തീരാൻ ആയത്തുൽ കുർസി ഇൻഷാ അല്ലാഹ് 4 മൂലയിൽ നിന്ന് നിങ്ങൾ പാരായണം ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്തുൽ ബഖറ നിങ്ങൾ ഓതുക. ചിലർ പറയുന്ന സമയത്ത്, നമ്മൾ അമലുകൾ കൊടുക്കുന്ന സമയത്ത്, കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾക്ക് അമൽ കൊടുക്കുന്ന സമയത്ത് ബഖറ ഓതാൻ പറയുന്ന സമയത്ത് ചിലർ പറയാറുണ്ട്, വലിയ സൂറത്താണ് ഞങ്ങൾ അങ്ങനെ ഓതി തീർക്കാൻ സമയം കിട്ടൂലല്ലോ. നിങ്ങൾ ഒരു ദിവസം ഓതാണ്ട് ആ മറ്റുള്ള ദിവസങ്ങളിൽ വെച്ച് ഓരോരോ വഖഫ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഓതാം, ഓരോരോ ഭാഗങ്ങൾ വെച്ച് ഓതാം. അതും ഓതാൻ കഴിയുന്നില്ലെങ്കിൽ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് ഈ സ്ക്രീനിൽ കൊടുത്തതുപോലെ ഈ സ്ക്രീനിൽ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. വത്തബഉ മാ തത്ലു ശയാത്തീനും തുടങ്ങുന്ന ഈ 102-ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവാക്കുക. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് എപ്പോഴും അതും നിങ്ങൾ ഓതണം. സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതുക, സൂറത്തുൽ ഫലക്കിനെ ഒരു പ്രാവശ്യം ഓതുക, സൂറത്തുൽ നാസിനെ ഇൻഷാ അല്ലാഹ് 3 പ്രാവശ്യം ഓതുക. ഓതിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തിൽ പൈശാചികമായ ഉത്തരം ഉണ്ടാവില്ല. ഇത് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസമാണ്, പിശാച് ഓടി ഒളിക്കുന്ന മാസമാണ് നമ്മൾ പറഞ്ഞിരുന്നു. ആ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഈ അമല് ചെയ്ത് നമ്മളെ ഭദ്രമാക്കണം. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മളെ വീടിനെയും നമ്മളെ ഭൂമിയെയും നമ്മളെ മക്കളെയും നമ്മൾ ഭദ്രമാക്കണം. അല്ലാഹുവേ നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇത്തരം പ്രയാസങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. സാഹിരീങ്ങളെ സിഹ്റിനത്തോട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്, മാക്കിരീങ്ങളെ മക്ര തൊട്ട് കാക്കണേ അല്ലാഹ്, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ്, ളാലിമീങ്ങളെ ളുൽമിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ചതിയന്മാരെ ചതിയെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ, കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഇത്തരം പ്രയാസങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരാണോ കെണി വലകൾ ഒപ്പിക്കുന്നത്, നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഓരോരുത്തരും നമ്മളെ സമീപിക്കുന്നവർ പറയുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മൾ നോക്കുന്ന സമയത്ത്, അവരെ കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് മറ്റാരുമല്ല എപ്പോഴും നമ്മൾ പറയുന്നത് അത് അകത്തുനിന്നുള്ള പ്രയാസങ്ങൾ തന്നെ ഉണ്ടാവാറ്. അകത്തുനിന്നുള്ള പ്രയാസം, അതായത് നമ്മളെ കുടുംബത്തിൽ നിന്ന് വന്നുതരുന്ന അസൂയാലുക്കളുടെ പ്രയാസങ്ങൾ, സ്വന്തം ചോര. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ നോക്കുന്ന സമയത്താണ് പറയുന്നത്. ആളുകൾ പറയുന്നതാണ് സ്വന്തം ചോര. ജ്യേഷ്ഠ സഹോദരങ്ങൾ അസൂയ മൂത്തിട്ട് അവൻ ഉയരരുത്, അവൻ എനിക്കറിയാമല്ലോ, അവൻ എങ്ങനെ നടന്ന ആളാണ്, ഇപ്പയല്ലേ വീടുണ്ടായത്, കാറുണ്ടായത്, എല്ലാ പത്രാസുകളും ഇപ്പുണ്ടായതല്ലേ, അവൻ എന്നെക്കായും ഉയരരുത്, അവൻ അങ്ങ് വെട്ടിമാറ്റുക. അപ്പോൾ അവൻ ചിന്തിക്കുന്ന കുറുക്ക് വിദ്യകളാണ് ഈ കൂടോത്രക്കണികൾ. ഇത് ചെയ്തിട്ട് അവനെ തളർത്തണം, അവനെ ഇല്ലാതാക്കണം, അവനെ മുട്ടുകുത്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്തരം പ്രയാസങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ, ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിൽ മഹാനായ ഇമാം ബുഖാരി തങ്ങള് റിപ്പോർട്ട് ചെയ്ത ബുഖാരിയുടെ ഹദീസിൽ അത് വ്യക്തമായിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് ലദീദ് ഇബ്നു ഹസം എന്ന് പറയുന്ന ഒരു മുനാഫിക്കായ വ്യക്തി സിഹ്ർ ചെയ്ത സംഭവങ്ങൾ ബുഖാരിയുടെ ഹദീസിൽ അത് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഹബീബായ തങ്ങൾക്ക് ഇത്തരം പ്രയാസങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനായ നമുക്ക് ഏൽക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. മുഅ്മിനീങ്ങളെ, ചെയ്യുന്നവൻ സാഹിർ ചെയ്തു കഴിഞ്ഞാൽ
സാഹിർ ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് ചെലവാകുന്നത് കൊണ്ടുപോയി കൊടുക്കുന്ന 500 രൂപയാവുള്ളൂ, അല്ലെങ്കിൽ 1000 രൂപ. അവനക്ക് നഷ്ടപ്പെടുന്നത് അവന്റെ ദുനിയാവും ആഖിറമാണെന്ന് ഒരിക്കലും അവൻ ചിന്തിക്കുന്നില്ല. നമ്മെപ്പോഴും പറയുന്നത് പോലെ അവൻ വലിയ നിസ്കാരണക്കാരനായി, അതെല്ലാം കഴിഞ്ഞ് അവൻ നിസ്കാരക്കാരനായി, അവൻ ഹജ്ജ് ചെയ്ത് വലിയ ഹാജിയായി എല്ലാമായി അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അല്ലാഹ്ക്ക് വേണ്ട. നിന്റെ ഹജ്ജ് അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ ഇബാദത്തുകൾ അല്ലാഹ്ക്ക് വേണ്ട, നീ നിസ്കരിക്കുന്ന നിസ്കാരം പടച്ച തമ്പുരാന് വേണ്ടടോ, വേണ്ട. നിന്റെ ഒരു സൽക്രമങ്ങളും അല്ലാഹ്ക്ക് വേണ്ട. അതുകൊണ്ട് ഇത്തരം പ്രയാസങ്ങൾ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യരുത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആര് ചെയ്താലും അത് നമ്മളെ പോയി നമ്മളുടെ അടുത്തേക്ക് കൺസൾട്ടിങ് നിന്നവരോട് പറയുന്നതാണ്, തങ്ങളെ ആരാണെന്ന് പറഞ്ഞു തരുമോ, നമ്മൾ ഒരിക്കലും അത് പറഞ്ഞു കൊടുക്കാറില്ല. ആരാണെന്നുള്ള സംഭവം അത് ബാത്തിനാക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറ്. ആരാണെന്ന് പറഞ്ഞാൽ പിന്നെ അവനുമായി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയും. മനുഷ്യ സഹജമാണ്. ഉണ്ടാകും, ദേഷ്യമുണ്ടാകും, പ്രയാസമുണ്ടാകും, പിന്നെ അവനുമായി വൈരാഗ്യമായിരിക്കും. അതുകൊണ്ട് ആരാന്ന് പറഞ്ഞു കൊടുക്കാറില്ല. നമ്മൾ കാര്യങ്ങൾ വന്നത് ബാത്തിലാക്കും. അത് അടച്ചു തമ്പുരാനും അവനുമായിരിക്കും. അവനക്കുള്ളത് അല്ലാഹു ദുനിയാവിൽ നിന്ന് കൊടുക്കുന്നത് നിന്റെ കൺമുന്നിൽ അല്ലാഹു കാണിച്ചു തരും. ഒരു പ്രയാസം അതിൽ വരുത്തണ്ട, ഒരു പ്രയാസം അതിൽ നിനക്കുണ്ടാകണ്ട. അല്ലാഹു ഇത്തരം പ്രയാസങ്ങളിൽ നിന്നുള്ള ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, നീ കാവലേഖണേ അല്ലാ. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇത്തരം പ്രയാസങ്ങളില്ലാതിരിക്കാൻ ഓരോരുത്തരുടെ ശരീരത്തിലും ഇത്തരം പ്രയാസങ്ങൾ നമ്മൾ പറഞ്ഞു, ഭൂമിക്കുണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു, ഹദീസുകൾ വെച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഓരോരോ ശരീരത്തിലും ഇത്തരം പ്രയാസങ്ങൾ വന്നു ചേരാം. പൈശാചികമായ ഉപദ്രവങ്ങൾ, സിഹർ പോലുള്ള, കൂടോത്രം പോലുള്ള, കൈവശം പോലുള്ള ഇത്തരം ആഭിചാര കർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ബാധിക്കാം. ഇത്തരം ഉപദ്രവങ്ങൾ, പൈശാചികമായ ഷർറുകൾ, പിശാചിന്റെ ഷർറുകൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് ബാധിക്കാം. അതല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദം. ഓരോ മനുഷ്യന്റെയും രക്തമോടുന്ന ഭാഗങ്ങളിൽ പിശാചിന്റെ സഞ്ചാരമുണ്ടാകും. ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദം. പിശാചിന്റെ ഷർറ്, പിശാചിന്റെ സഞ്ചാരം ഓരോരോ മനുഷ്യന്റെ രക്തമോടുന്ന ഭാഗങ്ങളിൽ പിശാച് സഞ്ചരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് പിശാചിന്റെ സഞ്ചാരം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അകറ്റിക്കളയണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഓതേണ്ടത്? ആയത്തുൽ കുർസി ഇതിൽ ബെറ്ററാണ്, ഇതിൽ നമ്പർ 1 ആണ്. പിന്നെയോ സൂറത്തുൽ ബഖറ ഓതാൻ കഴിയാത്തവന്റെ 102-ാമത്തെ ആയത്ത്. പിന്നെയോ എന്നും സുബഹിക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ദായിമാക്കി കഴിഞ്ഞാൽ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവില്ല. ഉള്ളവരുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അത് ബാത്തിലാകുന്നില്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ, അതിലുള്ള ചികിത്സാ രീതികൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ തേടണം. എന്നിട്ട് അത് പരിപൂർണ നിലക്ക് ഒഴിവാക്കി കളയണം. അതിനുള്ള ചികിത്സാ രീതികൾ ഖുർആനിൽ തന്നെയുണ്ട്. ഖുർആൻ കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചികിത്സിക്കേണ്ടത്. ഇസ്മുകളെ കൊണ്ടാണ് നിങ്ങൾ ചികിത്സിക്കേണ്ടത്. ഇത്തരം കെണിവലകളിൽ അല്ലാഹ് ഞങ്ങളെ നീ വീഴ്ത്തരുത് തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാഹ്. സത്യം മനസ്സിലാക്കാനും സത്യത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഒരാളുടെ ശരീരത്തിൽ പിശാചിന്റെ സഞ്ചാരം ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ചിലവർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുക തങ്ങളെ?
നമ്മൾ മുന്നേയുള്ള മജ്ലിസിൽ അതിൻ്റെ ഓരോരോ ലക്ഷണങ്ങൾ പറഞ്ഞിരുന്നു. നമ്മളെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഇനി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അത് കാണാത്തവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ലക്ഷണങ്ങൾ ഉണ്ടാവുക? നമ്മളെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. പിശാചിന്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഒന്നാമതായിട്ടുള്ള ഉറക്കമാണ്. ഉറക്കം, വലിയ ഉറക്കം, എപ്പോഴും ഉറങ്ങാൻ തോന്നുക, ഉറങ്ങാൻ ഇങ്ങനെ തോന്നുക, ഉറങ്ങാൻ ഇങ്ങനെ തോന്നുക, കട്ടിൽ കണ്ടാൽ ഉറങ്ങാൻ തോന്നുക. ഉറങ്ങിയിട്ടാണെങ്കിലോ എണീക്കാൻ തോന്നുന്നേയില്ല. ആ ഉറക്കം തന്നെ, ഉറക്കം തന്നെ, ഉറക്കം തന്നെ. വലിയ ക്ഷീണം അനുഭവപ്പെടുക. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഓരോരുത്തരും നമ്മൾ അറിയിക്കുന്ന സമീപിക്കുന്നവരുടെ കൂട്ടത്തിൽ പറയുന്നതാണ്, തങ്ങളെ ബിസിനസ്സാണ്, അവൻ്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോകാൻ തോന്നുന്നില്ല, എനിക്കെൻ്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോകാൻ തോന്നുന്നില്ല. ക്ഷീണം. അവിടെ ചെന്നിരുന്നാൽ ക്ഷീണം, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിരുന്നാൽ ക്ഷീണം. ഇത്തരം പ്രയാസങ്ങൾ ചെയ്ത് എടുത്ത് നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ അനുഭവപ്പെടാം. അത് നോട്ട് ചെയ്തു. നമ്മൾ വീട് സംബന്ധമായിട്ടാണ് ഇത്തരം പ്രയാസങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ കയറുമ്പോൾ ഇത്തരം ക്ഷീണങ്ങളും ഉറക്കങ്ങളും കലഹങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഓരോരോ പിശാച് ഇതിനുണ്ട്, ഓരോരോ പേരിലുള്ള പിശാചുകൾ ഇതിനുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് അടുത്ത മജ്‌ലിസിലൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഓരോരോ പേരിലുള്ള പിശാചുകൾ. ഈ പിശാച് കൊണ്ടാണ് ഇത്തരം പ്രയാസങ്ങൾ നമ്മൾ ഒരുത്തനക്ക് സൃഷ്ടിക്കുന്നതെങ്കിൽ ആ പിശാച് എന്തൊക്കെയാണോ കാണിക്കുന്നത് അതൊക്കെ അവൻ്റെ ശരീരത്തിലുണ്ടാവും. കലഹങ്ങൾ ഉണ്ടാക്കാൻ വീട്ടിൽ, അത് കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാൻ ഇത്തരം പിശാചുകൾ അയച്ചാൽ മതി. അപ്പോൾ കുടുംബത്തിൽ കലഹം ഉണ്ടാവും. ഭാര്യയും ഭർത്താവും വേർപിരിയണമെങ്കിൽ ഈ ഒരു പിശാചിനെ അയച്ചാൽ മതി. അങ്ങനെയൊക്കെ ഇതിലുണ്ട്. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലുണ്ട്. അതിൽ നിന്നൊക്കെ അല്ലാഹുവേ ഞങ്ങൾക്ക് വലിയ മുക്ത നൽകണേ അല്ലാ. സാഹചര്യങ്ങളെ സിഹ്റത്തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. നീ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. ഉറക്കം, ക്ഷീണം അനുഭവപ്പെടുക. പിന്നെ മഹാന്മാര് പറഞ്ഞ അടയാളം, എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ തോന്നുക, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നുക, ആരുമായി സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അവനിങ്ങനെ സംസാരിക്കുക, എന്തൊക്കെയോ സംസാരിക്കുക. പിശാചിന്റെ, അതായത് റൂഹാനിയത്തിന്റെ പ്രയാസമേറ്റ ആളുകൾക്ക്, ബാധകളേറ്റ ആളുകൾക്ക് അവരിങ്ങനെ അവൻ്റെ ശരീരത്തിലുള്ള ആളുമായി ഇങ്ങനെ സംസാരിക്കുക. എൻ്റെ ശരീരത്തിൽ എന്തോ ഒരാളുണ്ട്, അയാളുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്ന ചിലർ പറയാറുണ്ട്. നമ്മളെ സമീപിക്കുന്നവർ പറയുന്നതാണ്, ഇത്തരം കാലങ്ങൾക്കിടയിൽ സമീപിക്കുന്ന ആളുകൾ പറയുന്നതാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളതിൻ്റെ രീതിയിൽ അത് പരിപൂർണമായിട്ട് ബാത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ പ്രാഹത്തായി നിൽക്കണം. അല്ലാഹുവേ ഖിയാമം വരെ, അവരെ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. അത്തരം പ്രയാസങ്ങൾ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ തമ്പുരാൻ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നുക, ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കുക, ഒറ്റയ്ക്കുള്ള സംസാരങ്ങളും ഇരുത്തവും. ഇരുട്ടിന് അവനിങ്ങനെ വലുതായിട്ട് അവന് ഇരുട്ടിനെ സ്നേഹിക്കാം. ഇരുട്ടുള്ള ഭാഗത്ത് ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്ന പിശാചിൻ്റെ ഉപദ്രവമുണ്ടെങ്കിൽ, പൈശാചികമായ ഷെറുകളുണ്ടെങ്കിൽ, പല രീതിയിലുള്ള ഷെറുകളുണ്ട്. ചെറിയൊരു ഷെറാണെങ്കിൽ, ചെറിയ രീതിയിലുള്ള ഷെറാണെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവില്ല. ഒറ്റയ്ക്കിരിക്കാൻ തോന്നൂല, ഇരുട്ടിന് അവൻ ഭയപ്പെടും. ഈ വലിയ വിധത്തിലുള്ള ഷെറുകളാണെങ്കിലാണ് ഇരുട്ടിനെ സ്നേഹിക്കല്, ഒറ്റയ്ക്കിരിക്കല്, അങ്ങനത്തെ പ്രയാസങ്ങൾ ഉണ്ടാവുക. പിന്നെ ശരീരത്തിലുള്ള വേദനകൾ, പല ഭാഗങ്ങൾക്ക് കെടുപ്പുകളിലുള്ള വേദന, സഞ്ചാരങ്ങൾ, വൃത്തിയില്ലായ്മ, അവനക്ക് കുളിക്കാൻ തോന്നൂല, വൃത്തിയുള്ള വസ്ത്രം ഇടാൻ തോന്നൂല. പൈശാചികമായ ഷെറുകളാണ്. കുറേ അടയാളങ്ങളുണ്ട് കേട്ടോ, കുറേ അടയാളങ്ങൾ, ചുരുക്കം അടയാളങ്ങൾ, നമ്മൾ മുന്നേ പറയാത്ത ചുരുക്കം അടയാളങ്ങൾ മാത്രമാണ് പറയുന്നത്. ധാരാളമായിട്ട് കോട്ടുവായി ധാരാളമായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഖുർആൻ എടുക്കാൻ തോന്നില്ല, ഒരു മടി വരിക, ഇങ്ങനെ ഉറങ്ങിപ്പോവുക, ഉറക്കം ഇങ്ങനെ തൂങ്ങുക. ഖുർആൻ എടുക്കുമ്പോൾ ഉറക്കം തോന്നുക, കോട്ടുവായി ഇങ്ങനെ ധാരാളം അധികരിക്കുക. ഇതൊക്കെ പിശാചിൻ്റെ ഷെറുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്നതാണ്. പല ഭാഗങ്ങൾ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ, പല ഭാഗങ്ങളിൽ നിന്നുള്ള വേദന,
അതാണ് ശരീരത്തിൽ ഇങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ ഇങ്ങനെ പിശാച് ഇങ്ങനെ സഞ്ചരിക്കും, രക്തത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. അപ്പുണ്ടാവുന്ന വേദനകളാണ് പിശാചിന്റെ ഷെറുകളാണ്. ആ ശരീരത്തിൽ ഇങ്ങനെ അവനിങ്ങനെ വല്ലാണ്ട് ആ ശരീരത്തിൽ ഇങ്ങനെ ഉപദ്രവിക്കും, വേദനയായിട്ടും അസ്വസ്ഥതയായിട്ടും അവനിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ അവനങ്ങനെ അലട്ടും. അവനക്കൊരു ഉഷാറുണ്ടാവൂല, എല്ലാം കൊണ്ടൊരു ക്ഷീണം, ഒരു പനി വന്നതുപോലെ ഇവരിങ്ങനെ ക്ഷീണം ഇങ്ങനെ അനുഭവപ്പെടുക, ശരീരത്തിലുള്ള വേദനകൾ കോട്ടുവായിടുക, ആത്മഹത്യാ ടെൻഡൻസി കൂടുക, ആത്മഹത്യ ഇങ്ങനെ ചെയ്യാൻ തോന്നും, മരിക്കാൻ ഇങ്ങനെ തോന്നുക, ആത്മഹത്യാ ടെൻഡൻസി കൂടുക, എനിക്കിങ്ങനെ മരിക്കണം എന്നുള്ള ചിന്ത. ഇതൊക്കെ വലിയ രീതിയിലുള്ള ഷെറുണ്ടെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ, ഇത്തരം ബുദ്ധിമുട്ടുകൾ ശരീരം കാണിക്കുന്നത് വലിയ ഷെറുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെ ധാരാളം അടയാളങ്ങൾ ഇൻഷാ അല്ലാഹ് അതിലേക്കൊന്നും നമ്മൾ ഇൻഷാ അല്ലാഹ് കടക്കുന്നില്ല. ധാരാളം അടയാളങ്ങൾ നമ്മൾ മുൻകഴിഞ്ഞ മജ്ലിസിൽ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഇത്തരം ഉപദ്രവങ്ങൾ, കടം കൊണ്ട് വലിയ പ്രയാസം, വീട്ടിൽ വലിയ കലഹങ്ങൾ, വലിയ പ്രയാസങ്ങൾ, അതൊക്കെ പൈശാചികമായ ഷെറുകൾ കൊണ്ടുണ്ടാകാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലേണ്ട ഇസ്മ, ഇതിലൊക്കെ ബാത്തിലാവാൻ വേണ്ടി, ഇതെല്ലാം ഇല്ലാതാവാൻ വേണ്ടി നമ്മൾ ജീവിതത്തിൽ പതിവാക്കേണ്ട ഇസ്മ ഏതാണ്? അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു മഹത്താക്കപ്പെട്ട ഇസ്മ, അതിങ്ങനെ നിരന്തരം ചൊല്ലിക്കോ. ഇത്രം ഉപദ്രവം ഉണ്ടാവൂല. ഏതാണ്? യാ ജാമിഉ യാ അല്ലാഹ്. ഏതാണ് ആ ഇസ്മ? ഈ സ്ക്രീനിൽ കൊടുത്തതുപോലെ യാ ജാമിഉ യാ അല്ലാഹ്. ഈ ഇസ്മിനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ ഇത്രം പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല. ഇത്രം പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ആയത്തുൽ കുർസിയെ പതിവാക്കുക, പിന്നെ സൂറത്തുൽ ബഖറയെ പതിവാക്കുക. സൂറത്തുൽ ബഖറ ഓതാൻ കഴിയാത്തവർ അതിലെ 102-ാമത്തെ ആയത്ത് നിങ്ങൾ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് എന്നും സുബഹിക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസിനെ പതിവാക്കുക, സൂറത്തുൽ ഫലക്കിനെ പതിവാക്കുക, സൂറത്തുൽ നാസിനെ ഇൻഷാ അല്ലാഹ് പതിവാക്കി കഴിഞ്ഞാൽ ഇത്രം പൈശാചികമായ ഉപദ്രവങ്ങൾ സൂറത്തുൽ മുസമ്മിലുണ്ട്. അങ്ങനെ സൂറത്തുകൾ ധാരാളം സൂറത്തുകൾ ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾക്ക് വലിയ സംരക്ഷണം, വലിയ കാവലേകുന്ന ധാരാളം സൂറത്തുകൾ ഇതൊക്കെ പതിവാക്കി കഴിഞ്ഞാൽ പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇപ്പം കാണുന്ന ആളുകൾ ഇത്തരം ഉപദ്രവങ്ങൾ ഇല്ലല്ലോ, ഞങ്ങൾ ചൊല്ലേണ്ടതില്ലല്ലോ, നിങ്ങൾ ചൊല്ലിക്കോ ഇത്തരം ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ. എൻ്റെ ഭർത്താവിൻ്റെ ബിസിനസ്സാണ്, ആ ബിസിനസ്സിൽ ധാരാളം ശത്രുക്കളുണ്ട്. ഇത്തരം ശത്രുക്കൾ, ഇത്തരം കെണി വലകൾ ഒരുക്കാതിരിക്കാൻ ഇത് ജീവിതത്തിൽ പതിവാക്കുന്നത് നല്ലതാണ്. എപ്പോഴാണ് ഇത്തരം അടി വരിക എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ചിലരൊക്കെ പറയുന്നതാണ് എല്ലാം കൊണ്ട് ഉഷാറായിരുന്നു, തങ്ങളെ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ സമ്പത്തും കാറും വീടും എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല, വാടക വീട്ടിലാണ്. അങ്ങനെ പറയുന്നവരില്ലേ? അല്ലാഹുവേ ആ നിലക്കൊന്നും ഞങ്ങൾ ആക്കല്ലേ അല്ലാഹു. ഇത്തരം പ്രയാസങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ വലിയ മുക്തത അല്ലാഹു നീ കൊടുക്കണേ അല്ലാഹു നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ പറയുന്നവരുണ്ട്. ഞാനിതൊക്കെ എല്ലാ ആഴ്ചയിലും കേൾക്കുന്നതാണ്. ഓരോരുത്തരുടെ സങ്കടം ഇവിടെ വന്ന് പറയുന്നതാണ്. തങ്ങളെ ഇത്തരം ഉപദ്രവങ്ങൾ ധാരാളം വർഷങ്ങളായി ഞാൻ പെട്ടു നിൽക്കുക, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാം കൊണ്ടും പ്രയാസങ്ങൾ. അല്ലാഹു ഇതിൽ നിന്നൊക്കെ വലിയ സംരക്ഷണം അവർക്ക് നീ കൊടുക്കണേ അവർക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ ഈ റജബിന്റെ ഹക്ക് ബർക്കത്തും അല്ലാഹുവേ അവർക്ക് ഇതിൽ നിന്നൊക്കെ വലിയ മുക്തത കൊടുക്കണേ വലിയ കാവൽ നീ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ വീടിനെയും ഞങ്ങളെ ഭൂമിയെയും ഇത്തരം പ്രയാസങ്ങൾ നീ കാത്ത് സംരക്ഷിക്കണേ നീ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ സാഹിരീങ്ങളെ സിഹ്റത്തൊട്ട് ഞങ്ങളെ കാക്കണേ മക്രീങ്ങളെ മക്രിനെ തൊട്ട് കാക്കണേ ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ ഐനീങ്ങളെ അതിനെ തൊട്ട് കാക്കണേ ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ധാരാളം ആളുകളുണ്ട് അല്ലാഹുവേ. ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ ധാരാളം ആളുകൾ
ആളുകൾ ഈ സയ്യിദി മജ്ലിസിൽ രോഗികളാണ് അല്ലാ. രോഗശമനം നീ കൊടുക്കണേ അല്ലാ. രോഗശമനം നീ കൊടുക്കണേ അല്ലാ. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ട്യൂമർ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. സ്ട്രോക്ക് നൽകല്ലേ അല്ലാ. ബ്ലോക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. കാലുവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. മാറാത്ത കാലുവേദന ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഇബാദത്തിന് തടസ്സപ്പെടുന്ന അല്ലാഹുവേ അവയവ സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. നീ രോഗികൾ അല്ലാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. ഡയാലിസിസ് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. കിഡ്നിയിൽ സ്റ്റോണിന്റെ പ്രയാസങ്ങൾ പറയുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. ലിവർ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഫാറ്റ് ലിവറിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹെർണിയയുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. പരിപൂർണ്ണ ശിഫ കൊടുക്കണേ തമ്പുരാനെ. വയറ് സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. വയറ്റിൽ അല്ലാ പുണ്ണ് വന്നവരല്ലാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. വയറ്റിൽ മുഴ വന്നവരല്ലാ അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. ഹൃദയ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. തല സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മൈഗ്രെയിൻ പോലുള്ള തലവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. പരിപൂർണ്ണ ആജിലായ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാ. മാറാത്ത തലവേദന അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. തന്നുകൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരല്ലാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നല്ല കേൾവി ശക്തി അല്ലാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കാഴ്ച ശക്തി മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. പരിപൂർണ്ണ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. നല്ല കാഴ്ച ശക്തി അല്ലാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. തിമിരം വന്ന് കാഴ്ച ശക്തി കുറഞ്ഞു പോയവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. പരിപൂർണ്ണ ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാ. മൂക്കിനകത്ത് ദശ വന്ന് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇത്തരം അസുഖങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. നീ മാറ്റല്ലേ തമ്പുരാനെ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. അത്തരം അസുഖം ഞങ്ങൾ പരീക്ഷിക്കല്ലേ അല്ലാ. പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലി പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങള് ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ പെടുത്തണേ അല്ലാ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ഒരു പ്രവാസിക്കുള്ള പ്രയാസം കൊടുക്കല്ലേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ എൻ്റെ ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും അത്തരം അവസ്ഥകൾ കൊടുക്കല്ലേ അല്ലാ. നീ കൊടുക്കല്ലേ അല്ലാ. നീ കൊടുക്കല്ലേ അല്ലാ. അവരെ ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അവരെ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കഫീലിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, തനാസുലിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇഖാമയുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ധാരാളം പ്രവാസികളുണ്ട് അല്ലാ. അല്ലാഹു അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം അവർക്ക് കൊടുക്കണേ അല്ലാ. അതിൽ നിന്നൊക്കെ സലാമത്ത് കൊടുക്കണേ അല്ലാ. മകന്റെ ജോലി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്. മകൻ അല്ലാഹു അറബിക്കടലിൽ കൊടുന്ന അക്കരയാണ് തങ്ങളെ, ജോലി തേടിപ്പോയതാണ്, റൂമിലാണ് തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലിനെ അടുപ്പിക്കണേ അല്ലാ. ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. അവർ
അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. മക്കളുടെ കല്യാണക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ. നീ അടുപ്പിക്കണേ തമ്പുരാനെ. മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിന് ഉപകരിക്കുന്ന നല്ല പൊന്നുമക്കളാക്കണേ അല്ലാ. നല്ല പൊന്നുമക്കളാക്കണേ അല്ലാ. ദീനിന് ഉപകരിക്കുന്ന നല്ല പൊന്നുമക്കളാക്കണേ അല്ലാ. പ്രൗഢികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. തമ്മാടികളും ആക്കല്ലേ അല്ലാ. റഹ്മുർ റഹീമീനായ തമ്പുരാനെ, എൻ്റെ ദ്വീപ് നിവാസികൾ, ഞങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന എൻ്റെ ദ്വീപുകാർ നീ കൊയക്കല്ലേ അല്ലാ. നീ തളർത്തല്ലേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാ. അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെയും അവരെയും നീ കാത്തോളണേ അല്ലാ. കാത്തു സംരക്ഷിക്കണേ അല്ലാ. ഞാൻ പറഞ്ഞ എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഒരു പ്രയാസം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞാൻ പറഞ്ഞ ഒരു പ്രയാസങ്ങളും അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അതിൽ നിന്നൊക്കെ ഒരു കാവൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് വലിയ കാവൽ നൽകണേ അല്ലാ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞ് ഞങ്ങളെ സമീപിക്കുന്നവരുണ്ട് അല്ലാ. ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് സമീപിക്കുന്നവരുണ്ട് അല്ലാ. ഇടങ്ങേറുകൾ പറഞ്ഞ് സമീപിക്കുന്നവരുണ്ട് അല്ലാ. ധാരാളം ആളുകൾ കാണുന്ന മജ്‌ലിസാണ് അല്ലാ. ഒരാൾ ആമീൻ പറഞ്ഞാൽ ഞങ്ങളെ ദുആ മുതലായി അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. അവരെല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരെല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ കൊയക്കല്ലേ അല്ലാ. ഞങ്ങളെ തളർത്തല്ലേ അല്ലാ. ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അഭിമാനം നൽകണേ അല്ലാ. മറ്റുള്ളവന്റെ മുന്നിൽ പോയി യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. തല കുനിക്കേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. മുട്ടുമടക്കേണ്ട അവസ്ഥ നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്തു കഴിഞ്ഞാൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു കോട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചു. ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാ. നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ. നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ് അപകട മരണങ്ങളോ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ. ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ. ഈ റജബ് മാസത്തിൽ ധാരാളം അമലുകൾ ചെയ്തു അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ ഈ മാസത്തെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നീ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകമല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ. ഹറാമാക്കണേ അല്ലാ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ പെടുത്തണേ അല്ലാ. ആരംഭപ്പൂവായി അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ. ഹുദവി നൽകണേ അല്ലാ. ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. ഈ സയ്യിദിയ മജ്‌ലിസിനെ സ്നേഹിച്ചവർ ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാ. അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. അവർക്ക് മർഹമത്ത് കൊടുക്കണേ അല്ലാ. അവർ ചെയ്ത എല്ലാ നന്മകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബത്തിന് ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞപ്പാൽ നിന്ന പൊന്നുമ്മ ഖബറിലാണ് അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി തീർന്നതുപോലെ ഒരുകിത്തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്കും ഉമ്മാക്കും നീ പൊറുക്കണേ അല്ലാ. അവർ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോടെ നീ വിശാല നൽകണേ അല്ലാ. നീ വിശാല നൽകണേ
തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ സംരക്ഷിക്കണേ അല്ലാ, നീ അവർക്ക് കാവൽ കൊടുക്കണേ അല്ലാ, കാവൽ കൊടുക്കണേ അല്ലാ. അവർക്കൊരു ബുദ്ധിമുട്ടും നീ കൊടുക്കല്ലേ അല്ലാ, അവർക്കൊരു ഇടങ്ങേറും നീ കൊടുക്കല്ലേ തമ്പുരാനെ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെപ്പോഴും മജ്ലിസിൽ പറയുന്നത് പോലെ നമ്മൾ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. നമ്മുടെ സയ്യിദിയും മജ്ലിസിൻ്റെ കീഴിലും ഇരു ഹറമകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ നടത്തുന്ന ആഗ്രഹമുള്ള ആളുകൾ, ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മളെ കൂട്ടത്തിലുള്ളവരും നമ്മളെ കുടുംബത്തിലുള്ളവരും നമ്മളെ അയൽവാസികളുള്ളവരും നമ്മളുമായി ബന്ധപ്പെടുന്നവരും ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിനെ അവരിലേക്കും ഇൻഷാ അല്ലാഹ് എത്തിച്ചു കൊടുക്കുക. ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഇനി കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത്, സീറ്റുകൾ ഉറപ്പുവരുത്തും. ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് ചെല്ലാൻ മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് ഇനി ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ പാപം പതിഞ്ഞ പാദം മത്താഫിലൊന്നും നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് കഅബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പോയവർക്ക് ഇനിയും പോവാൻ അല്ലാഹ് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്, ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാം കൊണ്ട് നിങ്ങൾക്ക് റാഹത്താണ്. അതിൻ്റെ സാമ്പത്തികമായ വശങ്ങൾ നോക്കുകയാണെങ്കിലും റൂം സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിലും ധാരാളം ചരിത്രപ്രസിദ്ധമായ ഇടങ്ങൾ ഇൻഷാ അല്ലാഹ്, ചരിത്രപ്രസിദ്ധമായ ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് അടങ്ങിയിട്ടുണ്ട്. അല്ലാഹു പോവാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.